ഹലോ മക്കളെ, ആർക്കനെക്സിൽ നിന്ന് നന്ദു സാറാണ്. അപ്പൊ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാ പോകുന്നത്. ആള് ചില്ലറക്കാരനൊന്നല്ല, നമ്മുടെ സ്വന്തം നെപ്പോളിയൻ ആണ്. അപ്പൊ നെപ്പോളിയനെ പറ്റി ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിപ്പിച്ചു തരാം. 5 പോയിന്റ് വളരെ വൃത്തിയെ പഠിച്ചോ, വളരെ ഷോർട്ട് ആക്കി അതാ മേലെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത് ലീഗൽ റിഫോം. എന്താ ലീഗൽ റിഫോം എന്ന് പറഞ്ഞാല് നെപ്പോളിയൻ തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് ഉയർന്നു വന്ന നേതാവെന്ന് പറഞ്ഞാലോ ഫ്രഞ്ചിൽ ഫസ്റ്റ് 2 എസ്റ്റേറ്റ് വളരെ ചൂഷണം ചെയ്തിട്ട് ഓർക്ക് പ്രത്യേക നിയമമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നെപ്പോളിയൻ ചെയ്ത വളരെ സിമ്പിൾ ആയുള്ള കാര്യമാണ്, എല്ലാവർക്കും ഒരേ നിയമം ആണ് കോഡ് ഓഫ് ലോ. എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കഥാനായകനാണ് ആര്? നെപ്പോളിയൻ. രണ്ടാമത്തെ പോകുന്ന സമയത്ത് നോക്കിക്കോ, കത്തോലിക്ക ചർച്ച് അല്ലെ, കത്തോലിക്ക പള്ളി അല്ലെ, പ്രധാനമായിട്ട് ആ ചർച്ചിൽ ഉണ്ടായ കുറെ അനാചാരങ്ങളുണ്ട് അല്ലെ. ആ അനാചാരങ്ങളെ കംപ്ലീറ്റ് ചോദ്യം ചെയ്ത് പള്ളി അതീവ ഗംഭീരമായി, എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഗംഭീരമാക്കി കൊണ്ടുവന്ന ഒരാളായിരുന്നു ആര്? നെപ്പോളിയൻ. രണ്ടാമത്തെ പോയിന്റ് പിടിയിട്ടല്ലോ. ഇനി മൂന്നാമത്തെ എഡ്യൂക്കേഷൻ റിഫോം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തില് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു നേതാവ് ആരാണ് മക്കളെ? നെപ്പോളിയൻ ആണ്. എന്നുവെച്ചാൽ അദ്ദേഹം 2 കാര്യം തുടങ്ങി, യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ പ്രൈമറി സ്കൂളുകളും. എന്നുവെച്ചാൽ വിദ്യാഭ്യാസം ജനങ്ങൾക്ക്, സാധാരണ കുട്ടികൾക്ക് കിട്ടട്ടെ എന്നൊരു ആ ഒരു മോട്ടീവിൽ അദ്ദേഹം പ്രധാനമായി അതും ഉണ്ടായി. ചില്ലറക്കാരെയൊന്നല്ല, അന്ന് വിദ്യാഭ്യാസം അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. മൂന്നാമത്തത് എക്കണോമിക് റിഫോം, സമ്പത്തിനാണ്. സമ്പത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത വളരെ സിമ്പിൾ ആണ്, യൂണിഫൈഡ് കറൻസി സിസ്റ്റം. യൂണിഫൈഡ് കറൻസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള നാണയങ്ങൾ ഉപയോഗിച്ചു. ഫ്രാൻസിലൊട്ടാകെ എല്ലാവർക്കും എന്താണ്? ഒരേപോലെ നാണയങ്ങൾ ഉപയോഗിച്ചു. അതിലൂടെ പ്രധാനമായി വ്യാപാരത്തിന് കൂടുതൽ സൗകര്യമായി. ലാസ്റ്റ് പോയിന്റ്, 5th പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ടാണ്, മിലിറ്ററി റിഫോം. നമുക്കറിയാം, ബൂർബൻ രാജകുടുംബം അല്ലെങ്കിൽ ലൂയിസ് രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാന വിനോദം എന്താ? വെറുതെ തല്ലൂടുക. ഈ തല്ലൂടുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ മരണപ്പെടൂലേ? അപ്പൊ പ്രധാനമായി കർഷകരൊക്കെ കൊണ്ടുപോയിട്ട് പ്രധാനമായിട്ട് എന്ത് ചെയ്യും? ഇതിൽ പ്രധാനമായി തല്ലിന് പങ്കാളിത്തം വഹിപ്പിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കുറെ ആൾക്കാർ പെട്ടെന്ന് മരിച്ചു. അപ്പൊ നെപ്പോളിയൻ ഭരണം എടുത്തപ്പോ എന്താ പറയുക മക്കളെ? പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. നെപ്പോളിയൻ പറഞ്ഞു, ഇനി പ്രധാനമായിട്ട് മിലിറ്ററി സർവീസ് എന്ന് വെച്ചാൽ സൈനികർക്ക് കൃത്യമായുള്ള ട്രെയിനിങ്ങോട് കൂടി കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നെപ്പോളിയന്റെ മിലിറ്ററി, നെപ്പോളിയന്റെ സൈന്യം അതീവ ഗംഭീരമായിരുന്നു. ഓക്കെ, ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.